ഇന്ന് പിന്നെ ഈ വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടായിരുന്നു. ഒന്ന് ഒരു മാർക്കറ്റ് ഔട്ട്ലുക്ക് ചെറുതായിട്ട്, പിന്നെ ഒരു NFOയുടെ കാര്യം പറയാനാണ്. അപ്പോ പിന്നെ മാർക്കറ്റ് ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഇപ്പൊ ഒരു 2 to 3 years വലിയൊരു മാർക്കറ്റ് റാലി ഉണ്ടായിരുന്നു. അതിനുശേഷം നോർമലി ആസ് യൂഷ്വൽ എല്ലാ ഒരു 20-25 മാസം കൂടുമ്പോഴുള്ള ഒരു കറക്ഷൻ പോലെ ഒരു 10-15% മാർക്കറ്റ് കറക്ഷൻ ഉണ്ടാവാറുണ്ട്. അത് നമ്മളിപ്പോ ഹിസ്റ്റോറിക്കലി ഒരു ലാസ്റ്റിനോ 10 year 15 year അല്ലെങ്കിൽ 20 year 30 year 40 year എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, എവറി 20 months or 30 months there is a corrections in the market. So correction is always good. എന്തെങ്കിലും തെറ്റ് പറ്റുമ്പോഴാണല്ലോ അത് കറക്റ്റ് ആവുന്നത്. അപ്പൊ അത് കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്തില്ലെങ്കിലാണ് അത് പ്രശ്നം, തെറ്റുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. എനിവേ, അതിന് പല റീസൺസ് ഉണ്ടാവാറുണ്ട്. ആസ് യൂഷ്വൽ എന്തെങ്കിലും ഒരു റീസണിൽ എപ്പോഴും മാർക്കറ്റ് കറക്ഷൻ ആവാറുണ്ട്. ഈ കുട്ടി മാർക്കറ്റിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എന്ന് വെച്ചാൽ ഒബിയസ്ലി ഹയർ വാല്യുവേഷൻ ആയിരുന്നു, വളരെ ഹൈ വാല്യുവേഷൻ. ഇപ്പോൾ ഒരു 1 month ബാക്ക് നമ്മളൊരു 53 വീക്സ് നോക്കുകയാണെങ്കിൽ, ഒരു സെൻസെക്സ് ഒരു ബെഞ്ച് മാർക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഇക്വിറ്റിയുടെ ഒരു 65,000 ഓൾമോസ്റ്റ് 83-85 വരെ പോയി. ഇറ്റ് മീൻസ് ഒരു 14 months 36% റിട്ടേൺ കൊടുത്തു. ദാറ്റ് ഈസ് ഹ്യൂജ്. സോ ഒബിയസ്ലി ദർ വുഡ് ബി എ കറക്ഷൻ, ബിക്കോസ് എസ്പെഷ്യലി FIs ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ഹയർ വാല്യുവേഷൻ ഉണ്ടായിരുന്നു, സോ കറക്ഷൻ ഡ്യൂ ആയിരുന്നു. സെക്കൻഡ് തിങ് ഈസ് ദാറ്റ് ചൈനയിലെ ഒരു സ്റ്റിമുലസ് പാക്കേജ് ഒക്കെ പ്രഖ്യാപിച്ചായിരുന്നു. അവിടെ ഒരു 2-3 years ആയിട്ട്, എനിക്ക് തോന്നുന്നു 3 to 5 years ആയിട്ട് ഈ കുട്ടി നെഗറ്റീവ് റിട്ടേൺസ് ആണ്. എന്നാൽ ലാസ്റ്റ് 1 month നോക്കുകയാണെങ്കിൽ ഒരു 30-35% റിട്ടേൺസ്, പോസിറ്റീവ് റിട്ടേൺസ് വന്നിട്ടുണ്ട്. ബിക്കോസ് FIs ഹാസ് മൂവ്ഡ് ദെയർ മണി, പ്രോഫിറ്റ് ഇവിടെ ബുക്ക് ചെയ്തതിന് ശേഷം ദേ മൂവ്ഡ് ഇൻടു ആൻ അട്രാക്റ്റീവ് മാർക്കറ്റ് വേർ ദി ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ. ഓക്കെ, അതുകൂടാതെ ഇവിടെ ഒരു ലാസ്റ്റ് 2 quarterലെ ഏർണിങ്സ് മാർക്കറ്റ് എക്സ്പെക്ടേഷനെക്കാട്ടി മോശമായിരുന്നു. അൾട്ടിമേറ്റ്ലി ഏതൊരു ഇൻവെസ്റ്റ്മെന്റും സെന്റിമെന്റലി താഴേക്കും മുകളിലേക്കും പോവാമെങ്കിലും ലോങ് ടൈം ഏതൊരു ഇൻവെസ്റ്റ്മെന്റും ഗ്രോ ചെയ്യുന്നത് അവിടുത്തെ കമ്പനീസിന്റെ ഏർണിങ്സ് വെച്ചിട്ടാണ്. അപ്പൊ ഏർണിങ്സ് ലോ ആയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ കറക്ഷൻ വരാറുണ്ട്. ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ക്വാർട്ടർ അല്ലെങ്കിൽ അത് കഴിയുമ്പോൾ ഒരു 3 months 6 months ഏർണിങ്സ് എല്ലാം പഴയ ലെവലിലേക്ക് വരും, അല്ലെങ്കിൽ കുറച്ചുകൂടി മികച്ചതാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ലോ ഏർണിങ്സ്, ഹയർ വാല്യുവേഷൻ, അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഒബ്വിയസ്ലി വാറും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ ചെറുതായിട്ട് എഫക്ട് ചെയ്യാറുണ്ട്. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ട് 3-4 കൊല്ലമായെങ്കിലും അതും ചെറിയ സമയത്ത് മാർക്കറ്റിന്റെ സെന്റിമെന്റിനെ എഫക്ട് ചെയ്യാറുണ്ട്. സോ ദീസ് ആർ ദ റീസൺ ബിക്കോസ് ഓഫ് ദർ ഇസ് എ കറക്ഷൻ. ആൻഡ് ആസ് ഐ ടോൾഡ് യു, കറക്ഷൻ ഇസ് ഓൾവേസ് ഗുഡ് ആൻഡ് ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ദി ലോട്ട് ഓഫ് പീപ്പിൾ ഹു മിസ് ദ ബസ്. And those people who is investing for long term, it's an opportunity for them to average ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആണ്. അതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളായിരുന്നു അതിനെപ്പറ്റി പറയാനുണ്ടായിരുന്നത്. ദെൻ രണ്ടാമത്തെ കാര്യം, സാധാരണ ഇപ്പം മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ഓരോ സ്കീംസ് കൊണ്ടുവരുന്നത് മിക്കവരുടെയും ധാരണ കുറച്ച് ഫണ്ട് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ മോസ്റ്റ്ലി അങ്ങനെയല്ല. കാരണം ഓരോ സ്കീംസിനും ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ഒബ്ജക്റ്റീവ്, അതിന്റെ സൈസ്, അതേത് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഏതൊക്കെ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഓരോ കമ്പനീസിൽ എത്ര ഇൻവെസ്റ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സെബിയിൽ കൊടുത്തതിന് ശേഷം അപ്രൂവ് എടുത്തിട്ടാണ് ഒരു ഫണ്ട് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് അവർക്ക് ഡീവിയേഷൻ ചെയ്യാൻ പറ്റത്തില്ല. സോ ഇൻ കേസ് ഇഫ് ദേ ഫീൽ ദർ ഇസ് എ ബെറ്റർ ഓപ്പർച്യൂണിറ്റി സംവെയർ, ബെറ്റർ സെക്ടർ സംവെയർ, ബെറ്റർ കമ്പനീസ് ആർ സംവെയർ, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ ഹാവ് ടു ലോഞ്ച് എ ന്യൂ സ്കീം. അങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള പ്രോസ്പെക്ട്സ് സബ്മിറ്റ് ചെയ്യുകയും അതിന് അപ്രൂവൽ എടുത്തതിന് ശേഷം അതിൽ കളക്ട് ചെയ്യുന്ന ഫണ്ടുകൾ മാത്രമേ അവർക്ക് ആ ഒരു സെക്ടറിലോ അല്ലെങ്കിൽ ആ ഒരു സെഗ്മെന്റിലോ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ റീസെന്റ് ഇപ്പൊ ഒരുപാട് NFOs പോകുന്നുണ്ട്. അതില് ഒന്ന് നമുക്ക് റെക്കമെൻഡ് ചെയ്യണമെന്ന് തോന്നിയ ഒരു NFO ആണ് ICICI പ്രൊഡൻഷ്യലിന്റെ ഇക്വിറ്റി ലോ വേരിയൻസ് ഫണ്ട്, മിനിമം വേരിയൻസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ മിനിമം വേരിയൻസ് ഫണ്ട്. അത് 2-ാം തീയതി 18-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. നവംബർ 2-ാം തീയതി വരെയാണ് അതിന്റെ NFO. അപ്പൊ എന്തുകൊണ്ടിട്ടാണ് ഇങ്ങനെയുള്ള ഒരു NFO ഇപ്പൊ എന്ന് പറഞ്ഞാല് 2-3 റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ റീസൺ വാല്യുവേഷൻ തന്നെയാണ്.
വലിയ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. പിന്നെ ഇപ്പൊ നമുക്കറിയാം മാർക്കറ്റിൽ കറക്ഷൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് മിഡ് ക്യാപ്പിലോ സ്മോൾ ക്യാപ്പിലോ വലിയ കറക്ഷൻസ് വന്നിട്ടില്ല. കൂടുതലും കറക്ഷൻസ് വന്നേക്കുന്നത് ലാർജ് ക്യാപ്പിലാണ്. FI സെല്ലിംഗ് ആണ് കൂടുതൽ വന്നിരിക്കുന്നത്. അവർ ലാർജ് ക്യാപ്പിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ ലാർജ് ക്യാപ്പിൽ നിന്നായിരിക്കും ഫണ്ട് ഔട്ട്ഫ്ലോ പോകുന്നത്. അപ്പൊ ആ ഒരു സ്പേസിൽ ഉള്ള അട്രാക്റ്റീവ് വാല്യുവേഷൻ, വെരി അട്രാക്റ്റീവ് വാല്യുവേഷൻ. അത് ചീപ്പർ എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ അട്രാക്റ്റീവ് ആണ്. അപ്പോൾ അങ്ങനെ വന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം വളരെ കുറഞ്ഞ റിസ്ക് എടുക്കുന്ന അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്, അതായത് കുറഞ്ഞ റിസ്കിൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ആറ്റിറ്റ്യൂഡുള്ള ക്ലയൻസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ മിനിമം പിന്നെ വേരിയൻസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ. മിനിമം വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ ഫണ്ടിന്റെ പ്രത്യേകത ഏകദേശം ഒരു 30-35 കമ്പനികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സാധാരണ നമ്മൾ ഒരു ഡൈവേഴ്സിഫൈഡ് ഫണ്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50-60 കമ്പനീസ് ഉണ്ടാവും. ഇതിന്റെ അകത്ത് 30 കമ്പനീസ്, 25 to 30 കമ്പനീസ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ കമ്പനീസ് നിഫ്റ്റി 50 എന്നായിരിക്കും ചൂസ് ചെയ്യുക. 80% ഫണ്ട്സും ഇൻവെസ്റ്റ് ചെയ്യുക ഈ നിഫ്റ്റി 50-ലെ 30 കമ്പനികൾ. നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ രാജ്യത്തെ ഏറ്റവും 50 കമ്പനികളുടെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി 50 എന്ന് പറഞ്ഞത്. അതിൽ തന്നെ ഏറ്റവും ലോ വോളറ്റൈലിറ്റി ഉള്ള അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉള്ള 30 കമ്പനീസ് സെലക്ട് ചെയ്തിട്ട് അതിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക. റെസ്പെക്റ്റീവ് ഓഫ് സെക്ടേഴ്സ്, എല്ലാ സെക്ടറും ഉണ്ടാവും, ഏത് സെക്ടർ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഹവർ 80% വിൽ ബി ഇൻവെസ്റ്റഡ് ഇൻ ടു, അതുകൊണ്ട് ലോ വേരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ റിസ്ക് വളരെ കുറച്ച് അല്ലെങ്കിൽ വോളറ്റൈലിറ്റി വളരെ കുറച്ച് ഒരു കൺസിസ്റ്റന്റ് റിട്ടേൺ കൊടുക്കുക എന്നുള്ളതാണ്, കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഫണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടാവുന്നത്. രണ്ടാമത്തെ കാര്യം, ICICIയുടെ ഇപ്പോൾ ട്രാക്ക് റെക്കോർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏതൊരു 7-8-9 സ്കീംസ് 2018 തുടങ്ങിയിട്ട്, ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഇതിനു മുമ്പുള്ള NFOസും ഉണ്ട്, എന്നാലും 2018 തുടങ്ങിയിട്ടുള്ള ഇക്വിറ്റിയുടെ ഒരു 10-15 ഫണ്ട് 12 ഫണ്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ 3 ഇയർ റിട്ടേൺ നോക്കുകയാണെങ്കിൽ ഇതുവരെ വളരെ നല്ല ഇൻവെസ്റ്റ്മെന്റ് എക്സ്പീരിയൻസ് ആണ് കസ്റ്റമേഴ്സിന് കൊടുത്തിട്ടുള്ളത്. അവരൊരിക്കലും കസ്റ്റമറുടെ ആ ഒരു എക്സ്പെക്ടേഷന് പിന്നെ ഒരു പോസിറ്റീവ് ഇതോടുകൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ക്ലയൻസ് ആർ വെരി ഹാപ്പി. സോ അങ്ങനെ ഒരു റൈറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ നോർമലി ICICI പോലുള്ള ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനി NFO കൊണ്ടുവരാറുള്ളൂ. ആൻഡ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലാസ്റ്റ് ഇവരുടെ ബാക്ക് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ, NFOയുടെ ബാക്ക് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 3 ഇയർ റിട്ടേൺ, 5 ഇയർ റിട്ടേൺ, 10 ഇയർ റിട്ടേൺ എല്ലാം ഫാന്റാസ്റ്റിക് ഫാബുലസ് റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ റിസ്കിൽ, വോളറ്റൈലിറ്റിയിൽ ഡീസന്റ് റിട്ടേൺ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട്, ഇക്വിറ്റി ടാക്സേഷനോടുകൂടി ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇക്വിറ്റിയുടെ റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസും റൈറ്റ് ആയിട്ടുള്ള സമയത്ത് ഓപ്പർച്യൂണിറ്റിയാണ്, റൈറ്റ് ആയിട്ടുള്ള സമയത്ത് തന്നെയാണ് NFO ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ഈ ഫണ്ട് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇപ്പോൾ ഒരു 3 ഇയറോ 5 ഇയറോ ഒക്കെ ഉള്ള ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത്ര നാൾ വെക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്കീമായിരിക്കും. എന്നാൽ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൺസൾട്ടന്റിന്റെ അടുത്ത് ചോദിച്ച് അവരുടെ പോർട്ട്ഫോളിയോയിൽ ഉള്ള എക്സ്പോഷർ, അതായത് ഫണ്ട് നല്ലതാണ് എങ്കിൽ പോലും ഓരോ ഇൻവെസ്റ്റേഴ്സും എത്ര ചെയ്യണം, പിന്നെ എത്ര ചെയ്യേണ്ട എന്നുള്ളതെല്ലാം ബെറ്റർ ഒരു നമ്മുടെ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോ കൂടി നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോയിൽ നമ്മുടെ ഇക്വിറ്റി എക്സ്പോഷർ എത്ര ഉണ്ട് എന്ന് നോക്കിയിട്ട്, ബിക്കോസ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഓൾവേസ് ഷുഡ് ബി ബേസ്ഡ് ഓൺ യുവർ ഫിനാൻഷ്യൽ ഗോൾസ്, ഏജ്, റിട്ടേൺ എക്സ്പെക്ടേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും കൺസൾട്ടന്റിന് കൂടി അഡ്വൈസറോടും കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം യു ക്യാൻ ഡിസൈഡ് ഹൗ മച്ച് മണി യു ക്യാൻ ഇൻവെസ്റ്റ് ഫോർ ദിസ് എന്നുള്ളത്. അപ്പൊ ഈ അതാണ് പറയാനുള്ള രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഇത് കൂടുതൽ ഇൻഫർമേഷൻസ് എന്തെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. 1-to-1 കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 2-ാം തീയതി തുടങ്ങി, 18-ാം തീയതി തുടങ്ങിയിട്ട് 2-ാം തീയതി വരെയാണ് ഈ NFOയുടെ ടൈം. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ.